ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ബോട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പോത്തിൻ്റെ പെരുമ്പൊതിയാണ്. നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് ആവശ്യത്തിന് വലുപ്പത്തിന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ കഴുകുന്നുണ്ട്. ഇത്തവണത്തെ ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യലായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ട് ബോട്ടി ചെറുതാക്കി നുറുക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിപൊളിയായി ആഘോഷിച്ച് കാണുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ബോട്ടിയൊക്കെ ഏകദേശം ഞുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബോട്ടി ഞുറുക്കി കഴിഞ്ഞപ്പോൾ ഉള്ള സ്ഥിതി. ഇതിനി ഒന്നും കൂടെ കഴുകിയെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, സവോള നമുക്ക് പൊളിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സവോള മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടി കഴുകിയെടുക്കാം. നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകേണ്ടത്. വെള്ളമൊക്കെ ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഞങ്ങൾ. ശേഷം അത് തോരാൻ വേണ്ടിയിട്ട്, വെള്ളം തോർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം കുറച്ച് സമയം. അപ്പോൾ വെള്ളമെല്ലാം ഊർന്നു പോയി. ഇതിനുള്ള അടുപ്പ് നമ്മൾ പുറത്ത് മുറ്റത്താണ് റെഡിയാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ്. 8 കിലോ ബീഫിൻ്റെ പോട്ടി ഉണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിരുന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഇവിടെ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ് സവാള വഴറ്റി വരാറായി കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബോട്ടി ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ ചാച്ചായിയാണ്. പുള്ളി നല്ല അടിപൊളി കുക്കാണ്. ഉണ്ടാക്കി കഴിഞ്ഞ് നിന്നപ്പം നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. കരിവേപ്പില ആദ്യം ഇട്ടാൽ കരിഞ്ഞിരിക്കും, ലാസ്റ്റ് ഇടാവുള്ളൂ. കരിഞ്ഞ പോലെ ഇരിക്കും. ഈ മസാലയ്ക്ക് പിടിക്കാനുള്ള ഉപ്പിടുവാണ്. ഈ മസാലക്കുള്ള ഉപ്പ് ഇടുന്നുള്ളേ. ഓക്കെ, ഈ മസാലക്കുള്ള ഉപ്പ് പിടിക്കുക, അല്ലെങ്കിൽ മസാല ഉപ്പ് പിടിക്കേടാ. അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ എന്നാന്ന് അറിയത്തില്ല, എൻ്റെ പേര് കരിവേപ്പിലയാണ്. അത് ഇതൊക്കെ നോക്കണം, ചപ്പിൽ എന്തെങ്കിലും ഉണ്ടോയെന്നാണ്. അതില്ലെങ്കിൽ ഇങ്ങനെ തിരികെ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. ഇട്ടു എന്നിട്ട് ഇളക്കുക. അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആവാം. അല്ല, അത് ഇറച്ചിക്കകത്ത് വേറെ ഇടുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഇടുന്നല്ലേ. അതൊക്കെ ഓരോ കൂട്ടത്തിൽ. മഞ്ഞൾ പൊടി ഒരു പാത്രത്തിൽ എടുക്കുക, കണക്കാക്കി. ഇതിലേക്ക് ആവശ്യത്തിന് 7 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ 4 സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് ഇട്ടത് മുളക് പൊടി. അതുപോലെ മഞ്ഞൾ പൊടി 3 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്.
നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് ഇത് കൊയ്യ വാടി. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇടുവാണ്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇട്ടു എന്നിട്ട് ഇളക്കണം. അല്ല വലിയ സ്പൂണാ മുളക് മല്ലിപ്പൊടി എടുത്തേ. എന്നിട്ട് ഇനി ഇളക്കണം ഇളക്കണം. ഇനി ഈ പൊടികൾ ഞാൻ കൊണ്ടുവെക്കട്ടെ ചേച്ചി? ഇത് ഇറച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി എടുത്തിട്ടോ. ഇറച്ചി മസാല വേണ്ട. ശേഷമാണ് ഇറച്ചി മസാലയ്ക്ക് ഇതുണ്ട്, വറവുണ്ട്. ഇവിടെ വെക്കട്ടെ. ആ ഇതിൻ്റെ മുകളിൽ ആ കൂട്ടി പിടിക്കാതിരിക്കും. മൂട്ടി പിടിക്കുവാൻ തോന്നിയ കുറച്ച് എണ്ണ ഒഴിക്കണം. നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല. വണ്ടിയാ ആൻഡ്യൂട്ടി ഹോസ്പിറ്റൽ. ആ അതിന് മസാല അവിടെ ഉണ്ടാക്കുന്നയാ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അത് ഇമ്പോർട്ടഡ്. ഇടുക. ആ ഇതിട്ട് പുകയുള്ളൂ. അടുപ്പിൽ വിറക് കത്താത്തതുകൊണ്ട് പോയെന്നാണ്. കല്ലുപ്പാണ് നമുക്ക് പരിചയമുള്ളത്. പൊടിയപ്പ് ആയതുകൊണ്ട് എത്രത്തോളം വേണമെന്ന് അറിയത്തില്ല, എന്നാലും സുമാർ ഇടുവാണ്. ഉപ്പിട്ട് ആ ആ ഇനി അത് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം. തെറിച്ച് പോകാതെ നോക്കണം, സൂക്ഷിക്കണേ. ഒരു പാത്രം നിറച്ചുണ്ട്. ആരോ വന്നു ഇരുന്നാരി വന്നു. അവിടെ അമ്മാമ്മയുണ്ട് നോക്കുന്നത്. അവിടെ വലിയ ഇത് മസാല പിടിച്ച് വരുന്നുള്ളൂ. തന്നെയും വരാണ്ട് വെള്ളം വേണം. അതാ പറയുന്നത്, വെള്ളം വേണമെന്ന്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തിന്നോ ഇഷ്ടാണോ? ഇതിനകത്ത് മസാല ഇഷ്ടാ. അതെ എന്നെ കോയിനെ കൂട്ടിലിട്ടില്ലല്ലോ. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുകയാണ്. അതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. 4 മണിക്കൂറോളം നമ്മൾ വേവിച്ചിട്ടുണ്ട്. തലേദിവസം വേവിച്ച് വെച്ചത് നമ്മൾ പിറ്റേ ദിവസമാണ് കഴിക്കാനെടുക്കുന്നത്. കഴിക്കാനെടുക്കുന്ന സമയത്ത് നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കഴിക്കാനെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ടിട്ട് അതിലേക്ക് പിന്നെ പോട്ടിയിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പിടിക്കുന്ന സാധനമുണ്ട് ചേച്ചി. Okay. കറിവേപ്പില ഇട്ടോടെ.